ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വിശുദ്ധ ദിനം കൂടി നമ്മുടെ ജീവിതങ്ങളിൽ സർവശക്തനായ ദൈവം ദാനമായി നൽകിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഈ ആഴ്ചയിലും നാം ആയിരിക്കുന്നതായ സ്ഥാനങ്ങളിൽ നാം ഇരുന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം നമുക്ക് ഏവർക്കും അനുഗ്രഹകരമായി തീരുവാൻ സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ പ്രത്യേക സമയം നമുക്ക് ദൈവം മുൻപിലായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ തിരുമുൻപിൽ ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് കരുണയോട് ദർശിക്കുകയും ഈ ആരാധനയിൽ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവമാകുവാൻ തിരുമുൻപിൽ ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 344 ഗീതം, ആദ്യത്തെ 3 അവസാനത്തെയും ചരണങ്ങൾ. വന്ദനം ചെയ്യുന്നു നിന്നാടിയാ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നാടിയാ തിരുനാമത്തിനാദരവാ. ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും
സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കേണമേ. ആമേൻ. തൃത്വത്തിനു സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏകകർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിന് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. പ്രിയരേ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാൻ നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവന്റെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവിൻ. സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു നിമിത്തം ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ.
ഞങ്ങളുടെ മനസ്സാക്ഷികളെ നിർത്തേണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുവെന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസ്സംഗ്രത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെ തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഉയർപ്പിന് പിൻപ് 5-ാം ഞായറാഴ്ചയിലേക്കുള്ള അപേക്ഷയുടെ ഭാഗങ്ങളും സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനത്തായി ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുന്ന സമാധാനത്തിന്റെ ദൈവമേ, അനന്തമായ നിന്റെ സ്നേഹം രക്ഷാദായകമാകിയാൽ ഞങ്ങൾ നിന്നെ പുകഴ്ത്തുന്നു. നിന്റെ ഹിതം നിറവേറ്റുവാൻ നന്മകളാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളെ നിന്നോട് നിരപ്പിച്ച ക്രൂശിലെ നിന്റെ കൃപാകൃത്യത്തെ ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും കൂടെ പ്രസിദ്ധമാക്കുവാൻ സഹായിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 36-ാം വാക്യം മുതൽ 43-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പിൻ. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതുമെന്ത്? ഞാൻ തന്നെയാകുന്നു എന്നെൻ്റെ കയ്യും കാലും നോക്കി അറിവിൻ. എന്നെ തൊട്ടു നോക്കുവിൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കയ്യും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു കണ്ണം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അതവൻ വാങ്ങി അവർ കാണെ തിന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. 27-ാം കീർത്തനം.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലിരുന്ന് തിരുവചനം ധ്യാനിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ ധ്യാനിക്കുന്ന തിരുവചന ഭാഗം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹകരമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളിലെ പോലെ ഈ ആഴ്ചയും നമ്മുടെ ഭവനാന്തരീക്ഷങ്ങളിൽ നാം ഇരിക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കുന്ന ഈ പ്രത്യേകമായ സമയം നമുക്കെല്ലാവർക്കും അനുഗ്രഹകരമായി തീരുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിലെ നമ്മുടെ ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വിഷയം ക്രിസ്തു സമാധാനത്തിൻ്റെ സംയുക്താനുഭവം, മിഷൻ ആസ് ഷെയറിംഗ് ക്രൈസ്റ്റ് പീസ്. മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് ഇന്നത്തെ ഒന്നാം പാഠം ക്രമീകരിച്ചിരിക്കുന്നത്. മീഖ പ്രവചനം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ തിരുവചന ധ്യാനത്തിനായി ഈ ഒന്നാം പാഠഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് കൊണ്ടുവരാം. മീഖ എന്ന വാക്കിന്റെ അർത്ഥം ഹൂ ഈസ് ലൈക്ക് യാഹ്വേ. 7-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നിന്നോട് സമനായ ദൈവം ആരുള്ളൂ എന്ന പ്രവാചകൻ എടുത്ത് ചോദിക്കുന്നു. അകൃത്യം ക്ഷമിക്കുകയും അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ. അതാണ് ആ വാക്യത്തിന്റെ പൂർണ്ണ രൂപം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യാശയും ധൈര്യവും നമുക്ക് നൽകുന്നതായ ഒരു വാക്യം. 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും നാം നോക്കുമ്പോൾ ഇത് രണ്ടും വളരെ സാമ്യമുള്ള ഒരേപോലെയുള്ള വേദഭാഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. യെശയ്യാവും മീഖായും ഒരേ കാലഘട്ടത്തിൽ പ്രവാചക ശുശ്രൂഷ നിർവഹിച്ചതായ പ്രവാചകന്മാർ. പരിശുദ്ധാത്മാവ് രണ്ടുപേരെയും ഒരുപോലെ നയിച്ചതിൻ്റെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വേദഭാഗത്ത് ദൈവം നൽകുന്ന ഒരു വലിയ പ്രത്യാശയുടെ വാഗ്ദത്തമാണ്.
ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ആയിരിക്കുന്ന പുതിയ യെരൂശലേമിൻ്റെ അനുഭവം, ദൈവിക സമാധാനത്തിൻ്റെ ഷാലോം എക്സ്പീരിയൻസ്. ഈ ഭാഗത്തെ പ്രവാചകൻ നൽകുന്നതായ ആഹ്വാനം എന്ന് പറയുന്നത് ബി എ ഹൗസ് ഓഫ് പീസ് കീപ്പിംഗ്. ലോക ചരിത്രം നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കായീനും ഹാബേലും തമ്മിലുള്ള ശത്രുതയുടെ കാലം മുതൽ മനുഷ്യനിൽ കാണുന്നത് സ്വയം നീതീകരണവും അഹന്തയുമാണ്. ലോത്തിന്റെ അബ്രഹാമിനോടുള്ളതായ ഇടപെടൽ നോക്കുമ്പോഴും സാറായുടെ ഹാഗാറിനോടുള്ള പെരുമാറ്റത്തെ നാം ശ്രദ്ധിക്കുന്നതായ സമയത്തും മറ്റു പല ഇടപെടലുകൾ നാം ശ്രദ്ധിക്കുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഒരു ചിത്രമാണ്. നമ്മുടെ ജീവിതങ്ങളോട് വളരെ ഇഴുകി ചേർന്നിരിക്കുന്നത് what is native to us is not harmony, it is hatred. വഴക്കുണ്ടാക്കുന്നതിന് നമ്മെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സമാധാനത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ വഴികൾ നാം പഠിക്കേണ്ടതായിരുന്നു. മീഖായുടെ ദർശനം അതാണ് പറയുന്നത്. എല്ലാ ജാതികളും എല്ലാ ദേശങ്ങളും കടന്നു ചെന്ന് സമാധാനത്തിൻ്റെ പാഠങ്ങൾ മനസ്സിലാക്കുവാൻ ചെല്ലേണ്ട സ്ഥലത്തെക്കുറിച്ചുള്ള ദർശനമാണ് മീഖ പറയുന്നത്. വിഷൻ ഓഫ് യൂണിവേഴ്സൽ പീസ്. നിരന്തരമായ വിദ്വേഷത്തിൻ്റെ പാതയിൽ നിന്നും നിത്യമായ സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാനുള്ള ആഹ്വാനം. യഹോവയുടെ ആലയം, അത് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഹൗസ് ഓഫ് ഗോഡ് ഈസ് എ ഹൗസ് ഓഫ് പീസ് മേക്കിംഗ്. മീഖ പ്രവാചകൻ പങ്കുവയ്ക്കുന്ന ദർശനമാണ്. 3 കാര്യങ്ങൾ ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് ഒരുമിച്ച് കാണിക്കാം. സമാധാനത്തിന്റെ സ്ഥാപകരായി, സമാധാനം ഉണ്ടാക്കുന്നവരായി നിലനിൽപ്പാൻ നമ്മുടെ ജീവിതങ്ങൾക്കിടയായി തീരണമെങ്കിൽ ഒന്നാമത് പ്രവാചകൻ ഓർപ്പിക്കുന്നത് we must learn God's ways. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വരുവിൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കടന്നു ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ച് തരികയും. We must learn God's ways. നമ്മുടെ വഴികൾ വിദ്വേഷത്തിൻ്റെയും പകയുടെയും വൈരാഗ്യത്തിൻ്റെയും ഒക്കെയാണ്. ദൈവത്തിൻ്റെ വഴികൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ ഒന്നുകിൽ ദൈവം നേരിട്ട് അത് വെളിപ്പെടുത്തി നമുക്ക് നൽകണം, അല്ലെങ്കിൽ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അറിയുവാൻ, ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കുവാനുള്ള മുഖാന്തരം എന്ന് പറയുന്നത് നമ്മുടെ കരങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഇവിടെ മീഖ പ്രവാചകൻ ഓർപ്പിക്കുന്ന ആദ്യത്തെ കാര്യമാണ് ദൈവത്തിൻ്റെ വഴികൾ നാം പഠിക്കണം. രണ്ടാമത് ആ 2-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും. We must walk in his path. ദൈവത്തെ അറിയുന്നതിൽ, ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കുന്നതിൽ 2 കാര്യങ്ങൾ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയായ ദൈവശാസ്ത്ര ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ ഇവിടെ പ്രവാചകൻ ഓർപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്, ആ അറിവ് കൊണ്ട് മാത്രം നാം രക്ഷപ്പെടുകയില്ല, ആ അറിവ് മാത്രം നമ്മെ രക്ഷിക്കില്ല. ഇവിടെ മീഖ പ്രവാചകൻ 2-ാം വാക്യത്തിൽ നമ്മോട് പറയുന്നത്, ദൈവത്തെയും ദൈവത്തിൻ്റെ വഴികളെയും ദൈവത്തിൻ്റെ ഹിതത്തെയും നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു വാക്ക് ഇൻ ഹിസ് വേസ്. Implementation of the knowledge is very much important. അവൻ്റെ വഴികളിൽ, അവൻ്റെ പാതകളിൽ നാം നടക്കുകയും ചെയ്യും. അവസാനമായിട്ട് ഈ വേദഭാഗം നമുക്ക് നൽകുന്നതായ ആഹ്വാനം എന്ന് പറയുന്നത് നാം ഇന്ന് ചിന്തിക്കുന്നതായ വിഷയമാണ്.
ക്രിസ്തുവിൻ്റെ സമാധാനം പങ്കുവയ്ക്കുവാൻ, സമാധാനത്തിൻ്റെ സ്ഥാപകരായിരിക്കാൻ, മറ്റുള്ളവർക്ക് സമാധാനത്തെ നൽകുന്നവരായി, മേക്കിംഗ് പീസ് ഫോർ അതേഴ്സ്. പകയുടെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അങ്ങനെ സമാധാനമില്ലാത്ത ഒരു ലോകത്തിൽ സമാധാനമുള്ളവരായി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ആഹ്വാനം എന്ന് പറയുന്നത്, നമ്മുടെ ദൗത്യം നമ്മെ അർപ്പിക്കുന്നത് പീസ് ലവേഴ്സായി ഇരുപ്പാനായിട്ട് മാത്രമല്ല, സമാധാനം ഉണ്ടാക്കുന്നവരായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. പീസ് ലവേഴ്സ് അല്ല, പീസ് മേക്കേഴ്സ് ആകുവാനുള്ള ആഹ്വാനം ഇവിടെ കർത്താവും നമുക്ക് നൽകുന്നുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, അവർ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് അവർ വിളിക്കപ്പെടുന്നു. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസിയായിരുന്നു ടെലിമാക്കസ്. പിന്നീട് അദ്ദേഹം വിശുദ്ധനായിട്ട് അറിയപ്പെടുവാനായിട്ട് ഇടയായി. ഒരു ദിവസം ദൈവം തന്നെ റോമിലേക്ക് പോകുന്നതിന് പ്രേരിപ്പിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അതനുസരിച്ച് അദ്ദേഹം റോമിലേക്ക് ചെന്നപ്പോൾ റോമിന്റെ നിരത്തുകളിലെല്ലാം വലിയ ജനക്കൂട്ടത്തെ താൻ കാണുന്നു. താൻ അന്വേഷിച്ചതായ സമയത്ത് തനിക്ക് മനസ്സിലായി, ഇന്ന് ദ ഡേ ഓഫ് ഗെയിംസ് ഇൻ ദ കൊളോസിയം, റോമൻ സൈന്യത്തിന് ലഭിച്ച ഒരു വലിയ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു വലിയ എന്റർടൈൻമെന്റ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ജനങ്ങളോടൊപ്പം അത് കാണുവാനായിട്ട് താനും കൊളോസിയത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നതായ സമയത്താണ് താൻ കാണുന്നത് റോമിന്റെ സകല മഹത്വത്തോടു കൂടിയുള്ള എല്ലാവരും അവിടെ സന്നിഹിതരാണ്, ചക്രവർത്തി സഹിതം. തൻ്റെ അടുത്തുണ്ടായിരുന്ന ആളുകളോട് താൻ ചോദിച്ചതായ സമയത്ത് പറഞ്ഞു, ഗ്ലാഡിയേറ്റേഴ്സ് ഇന്ന് മത്സരിക്കുവാനായിട്ട് പോവുകയാണ്. അവർ വളരെ വേഗം തന്നെ ആ സ്റ്റേഡിയത്തിലേക്ക് അവർ രംഗപ്രവേശനം ചെയ്തു. ചക്രവർത്തിയുടെ മുമ്പാകെ വന്നു നിന്നുകൊണ്ട് അവർ പറഞ്ഞു, we who are about to die salute you. ഗ്ലാഡിയേറ്റേഴ്സ് അന്യോന്യം മറ്റുള്ളവർക്ക് വിനോദമായി തീരുന്നതിന് വേണ്ടി കൊല്ലുവാനായിട്ട് പോകുന്നതായ മത്സരമാണ് നടക്കുവാനായിട്ട് പോകുന്നത്. ടെലിമാക്കസിനെ സംബന്ധിച്ചിടത്തോളം അത് തനിക്ക് സഹിക്കാനാവുന്നതിലപ്പുറം. താൻ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് താൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉറക്കെ താൻ പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ആരവങ്ങൾക്കിടയിൽ തന്റെ ശബ്ദം ആർക്കും കേൾക്കുവാൻ കഴിയാതെ പോയി. ടെലിമാക്കസിന് താനായിരുന്ന സ്ഥാനത്ത് നിൽക്കുവാൻ തനിക്ക് സാധിച്ചില്ല. താൻ ഓടിയിറങ്ങി ആ സ്റ്റേഡിയത്തിന്റെ മധ്യഭാഗത്തേക്ക് ചെന്നു. ഗ്ലാഡിയേറ്റേഴ്സ് മത്സരിക്കുന്ന ആ വേദിയിലേക്ക് താൻ കയറി ചെന്നു. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അത് വളരെ രസകരമായ ഒരു കാഴ്ചയായിട്ട് തോന്നി. അന്യോന്യം കൊല്ലുന്നതിന് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലാഡിയേറ്റേഴ്സിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് താൻ മുൻപ് പറഞ്ഞതുപോലെ വളരെ ഉറക്കെ ടെലിമാക്കസ് വീണ്ടും പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ആ പറച്ചിൽ ടെലിമാക്കസിന്റെ ശബ്ദം കൂടിയിരുന്ന ജനസമൂഹത്തിന് ഒരു അരോചകമായിട്ട് തോന്നി. അവർ വിളിച്ചു പറഞ്ഞു, റൺ ത്രൂ ഹിം. അത് കേട്ട മാത്രയിൽ ഗ്ലാഡിയേറ്റേഴ്സ് ടെലിമാക്കസിനെ ആക്രമിക്കുവാനായിട്ട് തുടങ്ങി. ഒരാളുടെ കയ്യിലുണ്ടായിരുന്നതായ വാൾ ടെലിമാക്കസിന്റെ നെഞ്ചിൽ കൂടെ തുളച്ച് അപ്പുറത്ത് കയറി. താൻ കുഴഞ്ഞ് നിലത്തു വീണു. തന്റെ രക്തം വീണ് കുതിർന്ന ആ മണ്ണ് ഒരു രക്താംബരം പോലെയാണ്. തന്നിൽ അല്പം ജീവൻ ശേഷിച്ചിരിക്കുമ്പോൾ സർവശക്തിയും സംഭരിച്ചുകൊണ്ട് അവസാനമായി ഒരിക്കൽ കൂടെ ടെലിമാക്കസ് വിളിച്ചു പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ആ നിലത്ത് താൻ തൻ്റെ ജീവനെ വിട്ടു.
ആ സ്റ്റേഡിയം നിറഞ്ഞ് കവിഞ്ഞിരുന്നതായ പുരുഷാരത്തിന്റെ ഇടയിൽ ഒരു വലിയ നിശബ്ദത അവിടെ നിറഞ്ഞത്. മത്സരിച്ചു കൊണ്ടിരിക്കുന്നതായ ഗ്ലാഡിയേറ്റേഴ്സ് അവർ നിശ്ചലരായി. അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെ കൂടി വന്നിരുന്നതിൽ ഒരു വ്യക്തി എഴുന്നേറ്റ് ആ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. ഒന്നിനു പുറകെ ഒന്നായി അവിടെ കൂടി വന്നിരുന്ന സകലരും ചക്രവർത്തി സഹിതം അവർ പുറത്തേക്ക് പോയി. ആ സ്റ്റേഡിയം ശൂന്യമായി. മത്സര വേദിയിൽ ഉണ്ടായിരുന്ന ഗ്ലാഡിയേറ്റേഴ്സ് അവരുടെ കരങ്ങളിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ അവർ താഴെയിട്ടു. അവരും ഓരോരുത്തരായി ആ വേദി വിട്ട് വെളിയിലേക്ക് ഇറങ്ങി. പറയപ്പെടുന്നത് അപ്പോഴും ടെലിമാക്കസ് വിളിച്ചു പറഞ്ഞിരുന്ന ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് എന്നുള്ളതായ ശബ്ദം ആ അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടിരുന്നു. തന്റെ മൃതശരീരം മാത്രം അവിടെ ബാക്കിയായി എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. റോമൻ ചരിത്രം പറയുന്നത് അത് അവസാനത്തെ ഗ്ലാഡിയേറ്ററൽ കോൺടെസ്റ്റായി ചരിത്രമായി ആ സംഭവം തീർന്നു. പിന്നീട് ഒരിക്കലും ഒരു ഗ്ലാഡിയേറ്ററൽ കോൺടെസ്റ്റ് റോമൻ ചരിത്രത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ഇവിടെ ക്രിസ്തു നമ്മെ ആഹ്വാനം ചെയ്യുന്നത്, പ്രവാചകൻ നമുക്ക് നൽകുന്നതായ ദൗത്യത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് മേക്കിംഗ് പീസ് ഫോർ അതേഴ്സ്. ടെലിമാക്കസിന്റെ ചരിത്രവും സമാധാന സ്ഥാപനത്തിന് വേണ്ടി നിലനിന്നിട്ടുള്ള പലരുടെയും ചരിത്രവും നമ്മെ വിളിച്ചറിയിക്കുന്നതായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പീസ് മേക്കേഴ്സ് may not be treated well, but they can make the difference. നമ്മെ ചരിത്രം ഓർപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് നാം ആയിരിക്കുന്നതായ ജീവിത സ്ഥാനങ്ങളിൽ നമ്മുടെ ദൗത്യം ക്രിസ്തുവിൻ്റെ സമാധാനം പങ്കിടുവാനായിട്ട്, സമാധാന കാംക്ഷികളായിട്ട് മാത്രം ജീവിപ്പാനായിട്ടല്ല, സമാധാനം ഉണ്ടാക്കുന്നവരായി, ദൈവത്തിൻ്റെ വഴികളെ പഠിക്കുന്നവരായി, നാം മനസ്സിലാക്കിയ പാതകളിൽ നിലനിൽക്കുന്നവരായി, അങ്ങനെ ആത്യന്തികമായി ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ സ്ഥാപകരായി, സന്ദേശവാഹകരായി, പങ്കിടുന്നവരായി നമ്മുടെ ജീവിത സ്ഥാനങ്ങളിൽ നിലനിൽക്കുവാനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. നിഖ്യാവിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും മുമ്പേ തന്റെ പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, അവനാൽ സകലവും ഉണ്ടായി. അവൻ മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ നിന്ന് അവതരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി, പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട മഹത്വപ്പെടുന്നവനും പ്രവാചകരെ കൊണ്ട് പറയിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്കവും അപ്പോസ്തലികവുമായ വിശുദ്ധ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകബപ്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി അല്പസമയം നമുക്ക് ചെലവഴിക്കാം.
നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദേവാലയത്തിൽ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്കൊരുക്കി തരുന്ന ഈ നിമിഷങ്ങൾക്കായി ദൈവത്തിന് നന്ദി കരേറ്റാം. വീണ്ടും ഒരിക്കൽ കൂടെ ഈ കാലഘട്ടത്തിൽ നാം കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഈ വലിയ പ്രയാസങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, സകല അസാധ്യങ്ങളെയും സാധ്യമാക്കി തീർക്കുന്നവനായ ദൈവം, ഈ വലിയ വിഷമകരമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ലോകരാഷ്ട്രങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ നോക്കാം. ഈ ലോകത്തിന്റെ വ്യാപനം തടയുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനാവശ്യമായ മരുന്ന് കണ്ടുപിടിക്കുവാനുള്ള ശ്രമങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. ദൈവം വേണ്ട ആലോചനയെ നൽകി ജ്ഞാനത്തെ പകർന്ന് അതിലേർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യരംഗത്ത് ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തീരുമാനങ്ങൾ എടുക്കുന്ന നമ്മുടെ ഭരണകർത്താക്കളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഓരോ ആവശ്യങ്ങളിലും ദൈവികമായ നടത്തിപ്പും കാവലും ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ പ്രത്യേകമായി നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ തുടർച്ചയായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജോഷി ഡേവിഡിനെ ഓർത്ത് പ്രത്യേകമായി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ ശരീരത്തിന്റെ എല്ലാ ക്ഷീണതകളെയും മാറ്റുവാൻ കഴിവുള്ള കർത്താവിന്റെ കരങ്ങളിൽ തന്റെ മകനെ നമുക്ക് വിശ്വാസത്തോടെ പുറമേൽപ്പിക്കാം. ആവശ്യങ്ങളിൽ ഇരിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് ഓർക്കാം. ദൂരെയായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിത സ്ഥാനങ്ങളിൽ ദൈവികമായ സംരക്ഷണം പ്രിയപ്പെട്ടവർക്കെല്ലാം ലഭിക്കാൻ കർത്താവ് ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയെ ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ അധ്യക്ഷൻ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ നടത്തിപ്പും കാവലും ഈ നാളുകളിലൊക്കെ എൻ്റെ മകന്റെ മേൽ അവിടുന്ന് ചൊരിയണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തികളായി നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മൗനമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും അവിടുന്ന് അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുൻപാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സരിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ
ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. 348-ാം കീർത്തനം, ആദ്യത്തെ രണ്ടും അവസാനത്തെയും ചരണം. ദൈവമായ കർത്താവേ, തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കിയതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പലവിധമായ ആവശ്യങ്ങളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവമേ, ആ ദിവ്യമായ സമാധാനത്താൽ ഈ പുതിയ ആഴ്ചക്കാലം ഞങ്ങളെ വഴി നടത്തുകയും ആ സമാധാനം മറ്റുള്ളവർക്കും നൽകുന്നവരായി ജീവിക്കാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.